ഹലോ നമസ്കാരം ഗായ്സ്. ഞാനിന്ന് കുറച്ച് കുക്കമ്പർ നടാമെന്ന് കരുതി. ശീതകാല പച്ചക്കറിയായ കുക്കമ്പർ ഓരോന്നോരോന്നായി ഓരോ ദിവസം നടാമെന്ന് കരുതി. അപ്പോൾ ഇന്ന് നടുന്നത് കുക്കമ്പറാണ്. ഇത് സ്നോ വൈറ്റും സാധാ കുക്കമ്പറുമാണ്. നമ്മളെ ഗ്രീൻ കളറുള്ളതും പിന്നെ സാധാ വൈറ്റ് കളർ സ്കിന്ന് വൈറ്റ് കളറുള്ളതുമായ കുക്കമ്പറാണ്. സ്നോ വൈറ്റ് നല്ല ഉഷാറായിട്ട് കൊല കുത്തി കായ്ക്കും, മറ്റതും കായ്ക്കും. സ്നോ വൈറ്റ് വേറൊരു വെറൈറ്റിയാണ്, അതും സാമ്പിൾ നോക്കാമെന്ന് കരുതി. കഴിഞ്ഞ വർഷം ഞാൻ കുക്കമ്പർ ചെയ്തിട്ട് ഇതിപ്പോൾ ഈ സമയത്ത് ചെയ്തിട്ട് നല്ല വിളവ് കിട്ടിയിരിക്കുന്നു. അപ്പോൾ ഞാനിത് ഇതുപോലെ ഡ്രയിൽ മുളപ്പിച്ചിട്ട് തൈയാക്കിയിട്ട് ഞാൻ ഇതിൽ നടുന്നത്. ഒരിക്കലും നമ്മൾ കുരു നട്ട് കഴിഞ്ഞാൽ പിന്നെ അത് എറുമ്പ് തിന്നു അതൊക്കെ ആക്കിപ്പോയി. ഇതാകുമ്പോൾ നമുക്ക് എന്തുമില്ല, നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് കൊണ്ടുപോയി നടാം. അപ്പം ഞാനൊരു 30 തൈയാണ് ഇപ്രാവശ്യം മുളപ്പിച്ചത്. അത് 30 എനിക്കിതുപോലെ തൈയായിരിക്കുന്നു. ഒരു 3 ഇല പരുവമാകുമ്പോൾ ഇത് നടണം. ഇപ്പോൾ വളം കാര്യങ്ങളൊന്നും കൊടുക്കണ്ട, നല്ല ഒരു ചെറിയൊരു ഇതുണ്ടാക്കിയിട്ട് കുണ്ടുണ്ടാക്കിയിട്ട് അതിൽ നമുക്ക് നട്ട് കൊടുക്കാം. പിന്നെ ഏകദേശം ഒരാഴ്ച ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ജൈവവളമായ വേപ്പും പിണ്ണാക്ക്, എല്ലുപൊടി ഞാൻ ഇട്ട് കൊടുക്കില്ല. കാരണം എല്ലുപൊടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പന്നി ശല്യത്തിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. എല്ലുപൊടിൻ്റെ സ്മെല്ല് കേട്ട് കഴിഞ്ഞാൽ പന്നികൾ വരും. അതുകൊണ്ട് എല്ലുപൊടി കൊടുക്കില്ല. ചാണകപ്പൊടിയും എല്ലുപൊടി കൊടുക്കുന്നവർക്ക് നല്ലതാണ്, കൊടുത്താൽ നല്ല കായ്ഫലം കിട്ടും. പക്ഷേ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ അത് എല്ലിൻ്റെ സ്മെല്ല് കൊണ്ട് പന്നി വന്ന് കുത്തിയാകെ ഇരപ്പാക്കും. അതുകൊണ്ട് എല്ലുപൊടി കൊടുക്കില്ല. വേറെ ചാണകപ്പൊടി അങ്ങനത്തെ കൊടുക്കും. കണ്ടോ, അതൊക്കെ നല്ല തൈയാണ്. കണ്ടോ, നല്ല വേര് ഉഷാറാക്കി നല്ല വെച്ച് കൊടുത്താൽ മതി. നമ്മൾ ഡ്രയിൽ തന്നെ മുളപ്പിക്കാൻ നല്ലത്. ഞാൻ 30 തൈയാണ് വിത്താൻ നട്ടത്. 30 മുളച്ചു. 15 സാധാ കുക്കമ്പർ ഗ്രീൻ കളറ്, മറ്റേ സ്നോ വൈറ്റ്. ഒന്ന് സ്നോ വൈറ്റും സാമ്പിൾ നോക്കാമെന്ന് കരുതി. ഞാൻ നടുന്നത് മറ്റേ നമ്മളെ റെയിൻബോ കോണിൻ്റെ ഇടയിലാണ്. ഇനി റെയിൻബോ കോൺ വിളവെടുക്കാനായി കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞു. അപ്പോൾ പിന്നെ നമുക്ക് അതിൻ്റെ മേലെ കൂടെ കുക്കമ്പർ കയറ്റാം. എല്ലാത്തിനും നമ്മൾ കൂടെ ചെയ്യണം. ഇനിയിപ്പോൾ തണുപ്പല്ലേ വരുന്നത്, അപ്പോൾ നല്ല കായ്ഫലം കിട്ടും. കഴിഞ്ഞ പ്രാവശ്യം നട്ടിട്ട് എനിക്ക് നല്ല കായ്ഫലം കിട്ടീന്. ഇപ്പോൾ നടന്ന തണുപ്പ് സ്റ്റാർട്ടാകുമ്പോൾ നല്ല കായ്ഫലം കിട്ടും. ഇതിപ്പോൾ ഏകദേശം ഒരാഴ്ചയൊക്കെ 2 ആകുമ്പോഴത്തേന് പന്തലുമ്പോൾ കയറാനാവും. ഏകദേശം ഒരു 30-35 തൈയോളം നട്ടു. ഈ ഏരിയ ഫുള്ള് കുക്കമ്പറാണ്. നല്ല തൈയാണ്, നല്ല തൈയായിട്ടാണ് നോക്കുന്നത്. ഇനിയിപ്പോൾ 2 നേരം നനച്ച് കൊടുക്കണം. പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചാണകപ്പൊടി ഇതൊക്കെ ഇട്ട് കൊടുത്ത് മണ്ണിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അത് നമുക്ക് വള്ളി വീശാൻ തുടങ്ങും.